ഹായ് ഓൾ, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 13ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. വർക്ക് എനർജി പവർ എന്നുള്ളത്. ഇപ്പോൾ വർക്ക് എനർജി പവറിൽ വർക്കിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. നോക്കൂ, വർക്ക് എന്നുള്ളത് നമ്മൾ നിത്യജീവിതത്തിൽ അഥവാ പ്രവൃത്തി എന്നുള്ള നിത്യജീവിതത്തിൽ പലപ്പോഴായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ എന്താണ് ഫിസിക്സിൽ വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വർക്ക് എന്നത് ഫിസിക്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വർക്ക് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൽ ഞാൻ ബലം പ്രയോഗിച്ചു അഥവാ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെയെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ദിശയിൽ ഡിസ്പ്ലേസ്മെൻ്റ് അഥവാ സ്ഥാനാന്തരം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വർക്ക് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാനൊരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നു, അത് അതിൻ്റെ ദിശയിൽ തന്നെ മൂവ് ചെയ്യുന്നു, അതായത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരം സംഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ അതിന് എന്ത് സംഭവിക്കുകയുള്ളൂ? വർക്ക് ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാനൊരു വസ്തുവിൽ ബലം പ്രയോഗിച്ചു, പക്ഷേ ആ വസ്തു മൂവ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, അതായത് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് നിശ്ചയം പറയാം അവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. നോക്കൂ, അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതൊരു വസ്തുവാണ്. ഞാൻ ആ വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നു, എഫ് എന്ന് പറയുന്ന ഒരു ബലം പ്രയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വസ്തു ഇവിടെ നിന്ന് ഇങ്ങോട്ട് എസ് ഡിസ്റ്റൻസ്, അതായത് ഒരു സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെൻറ്റ്, അത് മൂവ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന വസ്തുവിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇവിടെ നമുക്ക് വർക്ക് ചെയ്തു എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഒരു വലിയൊരു മതിലുണ്ട് എന്ന് വിചാരിക്കും. ഞാൻ ആ മതിലിൽ തള്ളുമ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നു, പക്ഷേ ഇതിന് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. എസ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കിയാലോ. നോക്കൂ, W Fs cos θ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഈ കോസ് തീറ്റ എന്ന് പറയുന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഒരു വസ്തു, ആ വസ്തുവിൽ ഞാൻ ഇങ്ങോട്ട് ഫോഴ്സ് പ്രയോഗിച്ചു. ഈ വസ്തു ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത്, അതിന് എസ് ഡിസ്പ്ലേസ്മെൻറ്റും സംഭവിച്ചു. പക്ഷേ ഇവിടെ എനിക്ക് പറയാം W = 0. എന്തുകൊണ്ടാണ് ഇവിടെ W = 0 ആയത്? നോക്കൂ, ഇക്വേഷൻ പ്രകാരം ഇവിടെ എഫ് ഉണ്ട്, എസ് ഉണ്ട്, അതുപോലെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്, ഒരു ആംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇതിനെ നമ്മൾ 0 എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കൂ, ഇവിടെ ഉണ്ടായിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെ നോക്കുമ്പോൾ F × S × cos 90 ആണ് വരുന്നത്. cos 90 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 0ക്ക് ഈക്വലാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 0 ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വർക്ക് എവിടേക്കാണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ദിശയിലേക്ക് തന്നെയാണ്, ഫോഴ്സ് എവിടേക്ക് കൊടുത്തു അതിൻ്റെ ദിശയിലേക്ക് തന്നെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി 180 ഡിഗ്രി ആണെങ്കിലും നമുക്ക് പറയാം അവിടെ നമുക്ക് നെഗറ്റീവ് വർക്ക് എന്നാണ് പറയുന്നത്. 180 ഡിഗ്രിയിലാണ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായത് എങ്കിൽ അതിന് നമുക്ക് അവിടെ നെഗറ്റീവ് വർക്കാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. ചുരുക്കത്തിൽ നമുക്കൊരു വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും? ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് ഡയറക്ഷനിലാണ്, പെർപെൻഡിക്കുലർ ആണോ ഹൊറിസോണ്ടൽ ആണോ, എത്ര ആംഗിളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇത് പരിഗണിച്ച് മാത്രമേ അവിടെ വർക്ക് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. വർക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊന്നാണ് എനർജി എന്ന് പറയുന്നത്. എന്താണ് എനർജി എന്ന് പറയുന്നത്? എനർജി എന്ന് പറയുമ്പോൾ നമുക്കതിനെ സിമ്പിളായിട്ട് ഒറ്റ രൂപത്തിൽ പറയാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ എനർജി എന്ന് പറയുന്നത്. നമുക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
പലതരത്തിലുള്ള എനർജി നമുക്കറിയാം. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള എനർജികൾ നമുക്കറിയാം. ഏതൊക്കെ തരത്തിലുള്ള എനർജികളുണ്ട്, ഈ എനർജികളുടെ കൺവേർഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ഇക്വേഷനുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്, എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് എനർജിയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോസ് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.